പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ജനന പെരുന്നാളിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വായനകളിൽ ഞായറാഴ്ചയിലെ നാളത്തെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് യോസേഫിനുണ്ടായ വെളിപാടിൻ്റെ ഞായറാഴ്ചയാണ്. സന്ധ്യാ വായനയും പ്രഭാത വായനയും ഒരേ വായന തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 46 വരെ വാക്യങ്ങൾ. പഴയ നിയമ വായന 2 വായനകളാണ്. ഉൽപ്പത്തി പുസ്തകം 37-ന്റെ 5 മുതൽ 11 വരെ. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 18 മുതൽ 46-ന്റെ 2 വരെ വാക്യങ്ങളാണ്. കുർബാനയുടെ ദിവസം നാളത്തെ പഴയ നിയമ വായനകൾ. കുർബാനയുടെ ലേഖനങ്ങൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വാക്യങ്ങളും, ഗലാത്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 24 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ വാക്യങ്ങളാണ്. ഇത്തരം വായനകളാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് സന്ധ്യയും പ്രഭാതവും പഴയ നിയമ വായനകളും ലേഖനങ്ങളും എവൻഗേലിയനൊക്കെ ഒന്ന് വായിച്ച് അല്പസമയം ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടയ്ക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ തിരുവചന വായനകളെല്ലാം ഞങ്ങളുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന രീതിയിൽ ഈ സന്ധ്യ മുതൽ ഈ നിമിഷം മുതൽ ഞങ്ങൾ ഒരുങ്ങുവാൻ, ഞങ്ങൾ വിശുദ്ധീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ തിരക്കത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ ഈ വചനങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധരായി തീർന്ന് വിശുദ്ധിയോടെ ഓരോ വിശുദ്ധ ബലിയിലും പങ്കുചേരുവാൻ കൃപ നൽകണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിയിലൂടെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ വെട്ടത്തിൽ പെരുമാറാകണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സന്ധ്യയുടെ വായനകൾ പ്രഭാതത്തിൻ്റെ വായനയും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 41 വരെ വാക്യങ്ങളാണെന്ന് ആദ്യം പറഞ്ഞു. എല്ലാവരും എഴുതിയെടുത്ത് പിന്നീട് വായിക്കുക, ധ്യാനിക്കുക. 2-3 കാര്യങ്ങൾ കർത്താവുമായിട്ട് അവിടെ സംഭാഷണ മധ്യേ നമ്മളോട് സംസാരിക്കുന്ന പരീശന്മാരും ഒക്കെ ആയിട്ടുള്ള സംവാദത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. യേശുവിനോട് പരീശന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാൻ തക്കവണ്ണം എന്ത് അത്ഭുതം നടത്തുന്നു, എന്ത് അത്ഭുതമാണ് നീ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ വിശ്വസിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി യേശു നിത്യജീവൻ കൊടുക്കാൻ വന്ന, നിത്യജീവൻ നൽകുവാൻ വന്ന വ്യക്തിയാണെന്ന് യേശു പറയുകയാണ്. യേശു ഇങ്ങനെ പറയുന്നത്, പുത്രനെ കണ്ട് അവന് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കുന്നു. യേശുക്രിസ്തുവിനെ കണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കും. മോശ വഴി കൊടുത്ത മന്ന തിന്ന് ലോകത്തിൻ്റെ വിശപ്പടക്കിയതുപോലെ, ലോകത്തിൽ ജീവിക്കുവാനുള്ള ആവശ്യം നടത്തിയതുപോലെയല്ല. യേശുവിനെ കണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ മരണാന്തര ശേഷമുള്ള ജീവിതത്തിൽ സമാധാനത്തോടെ സ്വസ്ഥതയായിരിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. ഇനി യേശുവിനെ വിശ്വസിക്കണമെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിലും ദൈവത്താൽ ആകർഷിക്കപ്പെടണമെന്ന് യേശു പറയുകയാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് പറയാം. ഇവരുടെ അവിശ്വാസം മൂലമാണ് യേശു അങ്ങനെ പറയുന്നത്. അങ്ങനെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടു വന്നാൽ എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. പിന്നെ ആർക്കും യേശുവിനെ കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അവിശ്വസ്തത നിലനിൽക്കില്ല എന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. യേശുവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് വായിക്കുന്ന യോസേഫിൻ്റെ
ചിന്തകൾ, അല്ലെങ്കിൽ യോസേപ്പിന് ദൈവദൂതൻ കൊടുക്കുന്ന വെളിപ്പാട് ആണെന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും. അവിടെ യേശു ലോകത്തേക്ക് വന്നുവെന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്നും നാം നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കും. ഈ വിശ്വാസത്തിലാണ് നമ്മുടെ എല്ലാം അടിത്തറ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. രണ്ടാമതോടെ നമ്മൾ പഴയ നിയമ വായനയാണ് വായിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ത്തിൽ നിന്നുള്ള വായനയാണ്. 45-ാം അധ്യായം മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 45-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനം അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5 മുതൽ 11 വാക്യം. പൂർവ്വപിതാവായ യാക്കോബിന്റെ മക്കളിൽ ഒരാളായ യോസേപ്പിന് സ്വപ്നമുണ്ടാവുന്നു. യോസേപ്പിനെ അവന്റെ സഹോദരങ്ങളും അവന്റെ മാതാവും പിതാവെല്ലാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതാണ് സ്വപ്നം. അപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങളെക്കാൾ വലുതായി ആദരിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് യോസേപ്പിനോട് അവർക്ക് ശത്രുത ഉണ്ടാകുന്ന സംഭവമാണ് അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവിക സ്വപ്നങ്ങൾ, ദൈവിക പദ്ധതികൾ നമ്മളിൽ നിറവേറുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ടാകും, നമ്മളെ മനസ്സിലാക്കാത്തവരുണ്ടാകും, നമുക്കെതിരെ വരുന്നവരൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ അടിപതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 48-ാമത്തെ അധ്യായം 45-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഇതുപോലെ ദൈവത്തെക്കാൾ വലിയവൻ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവത്തെക്കാൾ വലിയവനായിട്ട് ആരുമില്ല. അപ്പോ പ്രവാചകൻ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: യഹോവയായ ഞാനില്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതൊരു നീതിമാനായ ദൈവവും രക്ഷിതാവുമില്ല. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ലോകരക്ഷകൻ എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തലിലേക്ക് പ്രവാചകനിലൂടെ കർത്താവ് കടന്നു വരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ മുഴങ്കാലും ദൈവം മുമ്പാകെ മടങ്ങുമെന്ന് പറയണം, യേശുക്രിസ്തുവിന് മുമ്പാകെ മടങ്ങുമെന്ന് പറയണം. യേശുവിൻ്റെ ജനനത്തോടുകൂടി ഏക സത്യദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാം മനസ്സിലാക്കുന്ന, ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീണ്ടും നമ്മൾ വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമ്മൾ കാണുകയാണ്. 1 പത്രോസ് 2-1 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആരംഭം ഇങ്ങനെയാണ്: സർവ ദുഷ്ടതയും വഞ്ചനയും മുഖപക്ഷവും അസൂയയും ഏഷണിയും നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിർമ്മലവും ആത്മീയവുമായ പാലെന്ന പോലെ വചനത്തെ ആഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ പത്രോസ്ലീഹ തിരുവെഴുത്തുകളെ ആഗ്രഹിക്കാൻ, വചനങ്ങളെ ആഗ്രഹിക്കാനാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്ന ആ തിരുവചനം അനുസരിച്ച് ഈ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ ഉദരത്തിലായിരിക്കുന്ന ആ ശിശു വചനമാണ്. അതുകൊണ്ട് നമുക്ക് ആ വചനത്തെ എല്ലാ ദുഷ്ടതയും വഞ്ചനയും മുഖപക്ഷവും അസൂയയും ഏഷണിയും നീക്കിക്കളഞ്ഞുകൊണ്ട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം യേശുവിനോട് നമ്മൾ സന്ധ്യയുടെ വായനയിലും പ്രഭാതത്തിൻ്റെ വായനയിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടത് യേശുവിനോട് അസൂയയുള്ള യഹൂദന്മാരെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. യോസേപ്പിനോട് അസൂയയുള്ള അവരുടെ സഹോദരങ്ങളെ കുറിച്ചാണ് കേട്ടത്. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സമൂഹത്തോട് ഞാനല്ലാതെ വേറൊരു ദൈവമുണ്ടോ, എൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും മടങ്ങുമെന്ന് പറയുന്ന പ്രവാചകനിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്, ഈ പറയുന്ന ദുഷ്ടതയും വഞ്ചനയും മുഖപക്ഷവും അസൂയയും ഏഷണിയൊക്കെ നീക്കിക്കളഞ്ഞ് നിർമ്മലവും
ആത്മീയവുമായ പാലെന്ന പോലെ അതിനത്തെ ആഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പറയാം. വീണ്ടും പൗലോസ്ലീഹ ഗലാത്യ ലേഖനം നമ്മൾ പറയുന്ന 1-ാം അധ്യായം 11 മുതൽ 24 വരെ വാക്യങ്ങളാണ്. പൗലോസ്ലീഹ ദൈവത്തിന് വേണ്ടി ഒന്ന് ധരിച്ചുകൊണ്ട് ഒത്തിരി തിന്മ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ക്രിസ്ത്യാനികളെ ചെയ്തു എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേക ഇടപെടൽ മൂലം തനിക്ക് ആ ചിന്തകളിൽ നിന്നെല്ലാം മാറ്റം വന്നുവെന്നും അങ്ങനെ വന്നപ്പോൾ തൻ്റെ സ്വന്തപ്പെട്ടവരോട് പോലും അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നേരെ അറേബ്യയിലേക്ക് പോയി അദ്ദേഹം ഏകാന്ത പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും പിന്നീട് വന്ന് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും വ്യക്തിപരമായി നമുക്ക് ദൈവദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കത് മനസ്സിലായില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥനയിൽ ശക്തരാവുക എന്നാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. പ്രാർത്ഥനയിൽ ശക്തരായി സഭയോട് ചേർന്ന് നിൽക്കുക. പൗലോസ് തിരിച്ചു വന്ന് സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ഇനിയാണ് നമ്മൾ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ഈ എവൻഗേലിയൻ ധ്യാനിക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്. അവിടെ എവൻഗേലിയൻ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 17-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നിന്റെ തിരുമുഖം ഞാൻ കാണുമ്പോൾ പുണ്യപ്പെടുകയും നിന്നുള്ള വിശ്വാസം ഉണരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിന്റെ മുഖം ഞാൻ കാണുന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുഖം കാണുന്നു, നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ യൗസേപ്പിൻ്റെ വെളിപാട് എന്ന് പറയുന്ന ഈ സമയത്ത്, യേശുക്രിസ്തു ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ സമയത്ത് യൗസേപ്പ് സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നത് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെയാണ്. തിരുമുഖം കണ്ടുകൊണ്ട് പുണ്യത്തിൽ വിശ്വാസത്തോടുകൂടി സന്തോഷിക്കുന്ന അനുഭവമാണ് കാണുന്നത്. അവിടെ യേശുമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ വാക്യം. എന്നാൽ യേശുമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു: അവന്റെ മാതാവായ മറിയം യൗസേപ്പിന് വിവാഹം നിശ്ചയിപ്പെട്ടിരിക്കുമ്പോൾ അവർ കൂടി വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നുകൊണ്ട് അവളെ പരിഹാസപാത്രമാക്കുവാൻ അവന് മനസ്സിലായിരുന്നു. അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. ഇങ്ങനെ അവൻ ഉദ്ദേശിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പ്രകാരം പറഞ്ഞു: ദാവീദ് പുത്രനായ യൗസേപ്പേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ അവളിൽ ജനിച്ചിരിക്കുന്ന പ്രജ പരിശുദ്ധ റൂഹായിൽ നിന്നുള്ളതാകുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ തന്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരൊഴിക്കണം. ഇതാ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേര് വിളിക്കപ്പെടുമെന്നും പ്രവാചകൻ മുഖാന്തരം കർത്താവിനാൽ പറയപ്പെട്ട സംഗതി നിറവേറുവാൻ ഇവയെല്ലാം സംഭവിച്ചു. യൗസേപ്പ് ഉറക്കത്തിൽ നിന്നുണർന്നു. കർത്താവിന്റെ മാലാഖ അവനോട് കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അവൾ ആദ്യ പുത്രനെ പ്രസവിച്ചതുവരെ അവനവളെ പരിഗ്രഹിച്ചില്ല. അവൾ ശിശുവിനെ യേശു എന്ന് പേരിടുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് 2-3 ചിന്തകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ഭാവം കൊണ്ട് മനസ്സിലാക്കി ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, കന്യക ഗർഭം ധരിക്കുമെന്ന് കന്യകയായ മറിയത്തോട് പരിശുദ്ധാത്മ ദൈവദൂതൻ ആത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കുമെന്ന് പറയുമ്പോൾ മറ്റാരോടും ആലോചന ചോദിക്കാതെ, നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മറ്റാരോടും ആലോചന ചോദിക്കാതെ കന്യക ആ ദൈവിക പദ്ധതി ഏറ്റെടുക്കുകയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ദൈവിക പദ്ധതികൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അതിന് മറ്റാരുടെയും അനുവാദമോ ആശീർവാദമോ ആവശ്യമില്ല. ദൈവം തന്നെയാണ് അതിൻ്റെ അനുവാദവും ആശീർവാദവും എന്ന് നമ്മളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അതിന് പ്രിയമുള്ളവരെ, ഈ സംഭവം യൗസേപ്പ് അറിയുമ്പോൾ, ഈ കന്യക ഗർഭിണിയാണെന്നുള്ള കാര്യം
യൗസേപ്പ് അറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യൗസേപ്പ് അസ്വസ്ഥനാകുകയാണ്. അദ്ദേഹം പിന്നീടാണ് അറിയുന്നത് കന്യക ഗർഭം ധരിച്ചിരിക്കുന്നു. തനിക്ക് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തെ വളരെ അസ്വസ്ഥനാക്കുകയാണ്. എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നുള്ള ദുഃഖത്തിലായ മനുഷ്യൻ. അയാൾ നീതിമാനായിരിക്കുന്നതുകൊണ്ട് തൻ്റെ ഈ കന്യകയെ പരിഹാസപാത്രമാക്കുക എന്ന് പറഞ്ഞാൽ യഹൂദ നിയമപ്രകാരം ആക്ഷേപിച്ച് പരിഹസിച്ച് കല്ലെറിഞ്ഞ് വരണമെന്നുള്ളതാണ് നിയമം. അപ്പോൾ അങ്ങനെ പരിഹാസപാത്രമാക്കുവാൻ അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ആകുലതയും ഉത്കണ്ഠയും നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നല്ല മനസ്സിൻ്റെ ഉടമയും കൂടി ആയതുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തെ ദേഷ്യത്തോടു കൂടിയല്ല എടുക്കുന്നത്, സഹാനുഭൂതിയോടെ, സഹോദര്യത്തോടെ, കരുതലോടെ, ചേർത്ത് പിടിക്കലോടെയൊക്കെ ചേർത്ത് ഇങ്ങനെ അദ്ദേഹം അത് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്ന എങ്ങനെയാണ്? രഹസ്യമായി ഉപേക്ഷിക്കുക, അപമാനപാത്രമാക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ യൗസേപ്പിന് മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, കന്യക എടുത്ത തീരുമാനം വ്യക്തിപരമാണ്. അപ്പോൾ ആ കന്യകയെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ആ ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ആളെ സംരക്ഷിക്കുവാൻ ദൈവം തന്നെ അവിടെ വരികയാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുമ്പിൽ. അവിടെ യൗസേപ്പിൻ്റെ ആ ബന്ധം, അല്ലെങ്കിൽ യൗസേപ്പ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുന്നത്, വളരെ നീതിമാനും വിശ്വസ്തനുമാണ് എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ടവരും ദൈവിക അനുസരണമുള്ളവരാണ്, ദൈവത്തെ അനുസരിക്കുന്നു. കാരണം എന്താ, കന്യക ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുന്നതിൽ നീ ശങ്കിക്കേണ്ട, നീ സങ്കടപ്പെടേണ്ട എന്ന് പറയുമ്പോൾ യൗസേപ്പത അക്ഷരം പ്രതി അനുസരിക്കുക. അപ്പോൾ മറിയത്തെ പോലെ തന്നെ യൗസേപ്പും ദൈവത്തെ അനുസരിക്കുക, ദൈവദൂതനെ അനുസരിക്കുക. അവിടെ പ്രിയമുള്ളവര്, ഇവിടെ ഇവരുടെ ദാമ്പത്യം ദൈവം ചേർത്ത് വെച്ചു, ഒരുമിപ്പിച്ചു. പക്ഷെ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തന്നെയാണ് ഇടപെടുന്നത്. ഈ വ്യക്തികൾ ഓരോരുത്തരും എങ്ങനെയാണ് നിലപാടുകൾ എടുക്കേണ്ടതെന്ന് ദൈവം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിവാഹം എന്ന് പറയുന്ന ആ ഉദാശകളിലൂടെ നടന്ന പരിശുദ്ധമായ ആ ബന്ധം ഇന്ന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരാളുടെ അടിമയായിട്ടാണോ, ഒരാളുടെ ഇങ്ങനെ വാലായിട്ട് നടക്കുകയാണോ, അതോ പരസ്പരം മല്ലടിക്കുകയാണോ എന്നൊക്കെ പരിശോധിക്കും. പ്രത്യേകിച്ച് അല്പം കൂടി പ്രാർത്ഥനയും സുവിശേഷ രംഗത്തൊക്കെ ആയിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസവും അതിൻ്റെ തീഷ്ണതയും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ യൗസേപ്പ് കരുതുന്നവനാണ്, സ്നേഹമുള്ളവനാണ്, ബഹുമാനിക്കുന്നവനാണ്. പിന്നെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക്, ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ശക്തനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുകയാണ്. കാരണം എന്താണ്, തൻ്റെ ഭാര്യ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദോഷമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, ഞാൻ അതിൻ്റെ പേരിൽ ബഹളമുണ്ടാക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം യൗസേപ്പ് തൻ്റെ ഭാര്യയെ പരിരക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് തീർച്ചയായിട്ടും ഈ യൗസേപ്പിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു തുറവിയാണ്. കാരണം എന്താണ്, സങ്കീർത്തനം ഞാൻ വായിച്ചല്ലോ, 17:15 പറയുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. യൗസേപ്പ് സ്വപ്നം കണ്ടു നടന്നപ്പോൾ തൃപ്തനായി. സ്വപ്നം കാണുന്നതിന് മുമ്പ് യൗസേപ്പ് അസ്വസ്ഥനായിരുന്നു. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ, ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സങ്കീർത്തനം 17:15 പറയുന്നത് പോലെ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. ദൈവത്തെ അനുസരിക്കുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെന്ന് ഇന്നത്തെ ഈ ധ്യാനം നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ സുഹൃത്ത് വലയങ്ങളോ
ചുറ്റുപാടുകളോ സമൂഹമോ സഭയോ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു. ഒന്ന്, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ പരസ്യ ജീവിതം യഹൂദന്മാർക്ക് മനസ്സിലാകണമെന്നില്ല. അത് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ വെളിപ്പെടുകയുള്ളൂ എന്ന് യേശു സന്ധ്യാവായനയിലും പ്രഭാതവായനത്തിലൂടെയും പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചു. ആ ജീവിതം നമ്മുടെ തന്നെ ഉണ്ടാകണം. വീണ്ടും പഴയ നിയമ വായനയിലൂടെ നമ്മൾ യൗസേപ്പിൻ്റെ സഹോദരങ്ങളുടെ അസൂയയും മുറുമുറുപ്പും നമ്മളെ കാണിച്ചു തന്നു. യൗസേപ്പിനെ കുറിച്ചുള്ള പൂർവ്വപിതാവായ യൗസേപ്പിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ആർക്കും മനസ്സിലാകണമെന്നില്ല. അതിൻ്റെ ഭാവിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുമെന്നുള്ളൊരു ആലോചനയിൽ അതിൻ്റെ പീഡനങ്ങളും സഹനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന്, എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ അടങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചു. അതുപോലെ തന്നെ അസൂയയും കോപവും ഏഷണിയും എല്ലാം വിട്ടുകൊണ്ട് നിർമ്മലമായ പാല് കുടിക്കുന്ന പോലെ ആ വചനം, നിർമ്മലമായ വചനത്തിന് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കണമെന്ന് പത്രോസ്ലീഹ പറഞ്ഞു. വീണ്ടും പൗലോസ്ലീഹായും നമ്മളോട് പറഞ്ഞ് നമ്മൾ ആദ്യം ചിന്തിച്ചതാണ്, തനിക്ക് ദൈവിക വെളിപ്പാടുണ്ടായപ്പോൾ, ക്രിസ്തു തന്നെ തിരഞ്ഞെടുത്തപ്പോൾ, തന്നെ വിളിച്ചപ്പോൾ മറ്റവരോടും ആലോചിക്കാതെ ക്രിസ്തു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള ആലോചനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് മാറി എന്നാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്. വീണ്ടും നമ്മൾ എവൻഗേലിയിൽ വായിച്ചത് ഒരിക്കൽ കൂടെ പറയട്ടെ, യൗസേപ്പിനുണ്ടായ വെളിപ്പാടാണ്. യൗസേപ്പും ആ വെളിപ്പാടിൽ എന്താ പറയുന്നത്, നീതിയോടെ അതിനെ ദൈവത്തിൻ്റെ മുഖത്ത് കണ്ടു, ദൈവത്തിൻ്റെ രൂപം കണ്ട് തൃപ്തനായി. അതുകൊണ്ട് നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ കേട്ട വചനങ്ങളൊക്കെ കൊണ്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാനിടയാകട്ടെ. വ്യക്തിപരമായി ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, വ്യക്തിപരമായി ഒരു ദൈവിക ബന്ധം നമ്മൾ സൂക്ഷിക്കണം. മറ്റാരും അത് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി ജീവിച്ചു കൊള്ളണം. ദൈവം നമ്മൾ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് നമ്മൾ കൽപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ സന്ദേശങ്ങളെല്ലാം നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാകട്ടെ. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കുന്ന കർത്താവേ, പൂർവ്വപിതാവായ യൗസേപ്പിനെയും അപ്പോസ്തലനായ പൗലോസ്ലീഹായെയും പത്രോസ്ലീഹായെയും യെശയ്യാ പ്രവാചകനെയൊക്കെ കർത്താവ് നടത്തിയ കാര്യങ്ങൾ ഞങ്ങൾ ഈ ഇതിലൂടെ ധ്യാനിച്ചു കേട്ടു. അങ്ങയോട് തർക്കിച്ച പരീശന്മാരോട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾ കേട്ടു. ജീവന്റെ അപ്പം ഞാനാകുന്നു. കർത്താവേ, ആ നിത്യജീവനെ മുറുകെ പിടിക്കുക. അങ്ങയുടെ ജന്മപ്പെരുന്നാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഓർമ്മയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഈ ദിനങ്ങൾ, പ്രത്യേകിച്ച് നാളത്തെ വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ശക്തിയും ബലവുമായി തീരുവാൻ കൃപ നൽകണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ അമ്മയും ദൈവമാതാവേ, പിതാവേ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, അപ്പസ്തോലന്മാരെ, സ്ത്രീഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുതരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ഈ മാരാണത്ത ധ്യാന കേന്ദ്രത്തിലെ സുവിശേഷ യോഗങ്ങളിൽ നടക്കുന്ന പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ആ പ്രസംഗങ്ങളെല്ലാം കേൾക്കണം, ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർപ്പിക്കട്ടെ, ആരോരുമില്ലാതെ തെരുവിലൂടെ അറിഞ്ഞടക്കുന്ന മാനസിക രോഗികളും ഭിക്ഷാടകരുമായ ആളുകളുടെ പുനരധിവാസ ഭവനമാണ് ഈ മലയാളത്തിലുള്ള പ്രത്യാശ ഭവൻ. കഴിഞ്ഞ 31 വർഷത്തിലേറെ ആയി ഈ ശുശ്രൂഷകൾ തെരുവിലൊക്കെ നമ്മൾ ചെയ്തു വരുന്നു. അന്ന് ആ കാലം മുതൽ തന്നെ നമ്മളുടെ എന്താ പറയുന്ന സുവിശേഷ രംഗത്തുള്ള ധ്യാനയോഗങ്ങളും പ്രാർത്ഥനകളും നടന്നു വരുന്നതാണ്. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ പ്രസംഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നുള്ള ധ്യാനത്തിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം കുർബാനയുണ്ട്, ആതുര ശുശ്രൂഷകളുണ്ട്, പിന്നെ ധ്യാനയോഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ വന്ന് നിങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തികൾ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകും.